ഇന്നിപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ സിനിമയേക്കാൾ വലിയ ഹൈപ്പ് സിനിമ കൊടുക്കുന്ന കാലഘട്ടമാണ്. ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വളരെ സൈലന്റ് ആയിട്ട് വന്ന് വലിയ ഹിറ്റ് അടിച്ചു പോയിട്ടുള്ള ഒരു 4 സിനിമകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 2012 ഇറങ്ങിയിട്ടുള്ള ഓർഡിനറി ഒരു കോമഡി ഡ്രാമയായിരുന്നു. സുഗീതായിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തത്. നിഷാദ് കെ കോയും മനു പ്രസാദുമായിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആസിഫ് അലി, കുഞ്ചാക്കോവൻ, ബിജു മേനോൻ, ശ്രിത ശിവദാസ് തുടങ്ങിയിട്ടുള്ള താരങ്ങളായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരുപാട് ഭാഷകളിലേക്ക് പിന്നീട് റീമേക്ക് ഒക്കെ ചെയ്തു. ഒമ്പൻ ഹിറ്റായിട്ടുള്ള ഈ ഒരു സിനിമ ഒരു ഗവിയിലേക്കുള്ള ടൂർ പോയ ഫീലായിരുന്നു നമുക്കന്ന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം അതുവരെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നെങ്കിലും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള പേര് ഗവിക്ക് ഈ സിനിമ നൽകി. മഹേഷിന്റെ പ്രതികാരം 2016 ഇറങ്ങിയിട്ടുള്ളത്. ഫഹദിന്റെ കരിയറൊക്കെ വളരെ താഴെ നിൽക്കുന്ന സമയത്താണ് ഈ സിനിമ ഇറങ്ങുന്നത്. ദിലീഷ് പോത്തനായിരുന്നു ഈ സിനിമയുടെ സംവിധാനം. നിർമ്മാണം ആഷിഖ് കപൂർ, ഫഹദ് ഫാസിൽ, അപർണ ബാലമുരളി, അനുശ്രീ, സൗബിൻ, അലൻസിയർ തുടങ്ങിയ നിരവധി താരങ്ങൾ ഈ സിനിമക്കകത്തുണ്ടായിരുന്നു. ശരിക്കും പിന്നീട് ഒരു പ്രകൃതി പടങ്ങളുടെ ഒരു തുടക്കം എന്നൊക്കെ പറയുന്നത് ഈ മഹേഷിന്റെ പ്രതികാരത്തിലൂടെ ആയിരുന്നു. വെറും ഒരു ചെരുപ്പ് വെച്ചിട്ട് ഒരു വലിയ സിനിമ തന്നെയായിരുന്നു ശ്യാം പുഷ്കരൻ ഈ സിനിമയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ഒരു തേപ്പുകാരി എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഒക്കെ ഒരു തുടക്കം എന്ന് പറയുന്നതും പോത്തേട്ടൻ ബ്രില്യൻസും ഒക്കെ ഈ സിനിമയിലൂടെ പുറത്തു വന്നു. ശരിക്കും ആണുങ്ങളുടെ ഒരു ഈഗോ വളരെ കറക്റ്റ് ആയിട്ട് തുറന്നു കാണിച്ചൊരു ചിത്രം കൂടിയായിരുന്നു മഹേഷിന്റെ പ്രതികാരം. അടികപ്പ്യാരെ കൂട്ടമണി 2015 ആരും അറിയാതെ ഈ പറഞ്ഞ പടങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു പരസ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടികപ്പ്യാരെ കൂട്ടമണി എന്ന് പറയുന്ന ധ്യാൻ സിനിമ വളരെ സൈലന്റ് ആയിട്ട് വന്ന് വമ്പൻ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നീട് മറ്റു ഭാഷകളിലേക്കൊക്കെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു. സിനിമയുടെ സംവിധാനം ജോൺ വർഗീസ് ആയിരുന്നു. ധ്യാൻ, നമിത പ്രമോദ്, അജു വർഗീസ്, നീരജ് മാധവ്, വിനീത് മോഹൻ തുടങ്ങിയ പിന്നെ മുകേഷും അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമക്കകത്ത് ഉണ്ടായിരുന്നു. ആണുങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം, അവിടത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരലും അങ്ങനെയുള്ള ഈ ഹോസ്റ്റൽ, ആണുങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റൽ, ആ ഒരു സംഭവം എന്ന് പറയുന്നത് എന്നും വളരെ കൗതുകമുള്ള ഒരു സംഭവം തന്നെയാണ്. പിൽക്കാലത്ത് ഈ അടുത്തിറങ്ങിയിട്ടുള്ള രോമാഞ്ചത്തിലും ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് വളരെ സക്സസ് ആയിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. അതിന്റെ പിന്നോടി പ്രവർത്തകർ ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സുഡാനി ഫ്രം നൈജീരിയ ഈ ഒരു സിനിമയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. 2018 ഇറങ്ങിയ ഈ ഒരു സിനിമ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സിനിമകളും ഈ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് പോയി കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമകൾ ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ടിട്ട് അത് കണ്ടിറങ്ങുന്ന സമയത്ത് നമുക്കറിയാം ഈ സിനിമ എന്തായാലും വൻ വിജയമാകും എന്നുള്ളത്. ആ രീതിയിലുള്ള സിനിമകളായിരുന്നു. ആ കൂടുതൽ എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ് എന്ന സിനിമ തന്നെയാണ് സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്നത്. സക്കറിയ മുഹമ്മദിൻ്റെതായിരുന്നു ഈ സിനിമയുടെ സംവിധാനം എന്ന് പറയുന്നത്. മോഹസിൻ ബരാരിയുടെ സ്ക്രിപ്റ്റ്, സൗബിൻ, സാമുവൽ അബിയോള തുടങ്ങിയ നിരവധി താരങ്ങൾ സിനിമയ്ക്കുണ്ട്. പിന്നെ സിനിമയ്ക്ക് കിട്ടിയ അവാർഡുകളെ പറ്റി പറയേണ്ട ആവശ്യമില്ല. മികച്ച മലയാളം ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡുകളൊക്കെ ഒരുപാടെണ്ണം കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് പിക്ചറിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് അന്നും ഇന്നൊക്കെ നിലനിൽക്കുന്ന അഭയാർത്ഥിത്വം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നത്തിനെ തന്നെ ഈ സിനിമ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മലപ്പുറംകാരുടെ ഫുട്ബോൾ പ്രാന്തും അത് കളിക്കാൻ വരുന്ന ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ആളുകളും അവരുടെ അവസ്ഥയൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നു.